9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാലാടൻ മലയിൽ നിന്നുള്ള കാള ഭരണി ദിവസം ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽക്കാവിലെത്തും. 2015 പാലാടൻ മല കാളവേല അവസാനമായി ക്ഷേത്രത്തിലെത്തിയത്. 2014 ഫെബ്രുവരി 18 ദാരികാവധം പാട്ട് കൽപ്പന, അഷ്ടമംഗല ദേവപ്രശ്നം എന്നിവയിൽ തെളിഞ്ഞ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തവണ കാളവേലയെത്തുന്നത്. കാളവേലയുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ചടങ്ങും അന്നേ ദിവസം നടക്കും. ഭഗവതി നേരിട്ട് ആനയിച്ചു കൊണ്ടുവരുന്നതാണ് കാളവേലയെന്നും ക്ഷേത്രത്തിലെ 5 അവകാശി കുടുംബങ്ങളിലൊന്നാണ് പാലാടൻ മലയെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞതായി അധികൃതർ പറഞ്ഞു. ഭരണി ദിവസം 10 മണിയോടെ കലശം ആരംഭിക്കും. പരിയാനംപറ്റ ഭഗവതിക്കാണ് ആദ്യ കലശം. തിരുവളയനാട്, പനംകുറിശി, മാങ്ങോട്ടുകാവ് എന്നീ ഭഗവതിമാർക്കും കലശം നടക്കും. തുടർന്ന് മേളം, തായമ്പക എന്നിവയും ഉണ്ടാകും. വൈകിട്ട് 3:30യോടെയാണ് കാളവേല ഉത്രത്തിൽക്കാവിലേക്ക് പുറപ്പെടുക. 5 മണിക്ക് ക്ഷേത്രത്തിനു മുൻപിലെ വലതുഭാഗത്തെത്തും. പാന, കുതിര ഇറക്കത്തിനു ശേഷം വെളിച്ചപ്പാട് അരിയെറിയാൻ എത്തുന്നതോടെയാണ് പട്ടും പരമ്പും സമർപ്പിക്കുന്ന 40 വർഷം മുൻപ് മുടങ്ങിയ ചടങ്ങ് നടക്കുന്നത്. തുടർന്ന് ക്ഷേത്രത്തിലിറങ്ങി 3 വലം വയ്ക്കും. കാവിൽ കൊടിയിറങ്ങിക്കഴിഞ്ഞാൽ പാലാടൻ മലക്കാർ ഭഗവതിയുമായി ആറാട്ടിന് പുറപ്പെടും. ആറാട്ട് കഴിഞ്ഞെത്തുന്ന ഭഗവതിയെ 21 താലത്തിന്റെ അകമ്പടിയോടെ സ്വീകരിക്കും. ഇളനീർ, പാൽ, പഴം എന്നിവ കൊണ്ട് പ്രത്യേക പൂജയും നടക്കും. തുടർന്ന് തോറ്റം ചൊല്ലി ഭഗവതിയെ കുടിയിരുത്താനുള്ള ചടങ്ങ് തുടങ്ങും. വൈകിട്ട് 5 മണിയോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി 7 ദിവസത്തെ വ്രതം അവസാനിപ്പിക്കും. 5-6 വർഷമായി ഇവിടെ നിർത്തിയ ചെറിയൊരു തർക്കത്തിന് മുകളിൽ നിർത്തിയ പാലാടൻ മല കാള ഈ വർഷം ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് വെളിച്ചപ്പാടും ഇവിടെ മറ്റ് തന്ത്രി ഉൾപ്പെടെയുള്ള ഇവിടെ നടത്തിയ താമ്പൂല പ്രശ്നത്തെല്ലാം വീണ്ടും പാലാടൻ മല കാള ഇവിടെ എത്തിച്ചേരണം. ആ കാള ഇവിടെ നാളെ ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി അത് ക്ഷേത്രത്തിൽ എത്തും. ക്ഷേത്രത്തിലെത്തിയതിൻ്റെ ശേഷം വെളിച്ചപ്പാടും പാനയ്ക്ക് കുതിര, കാള, തറയമ്പൂതൻ, ആന. അപ്പോൾ കുതിരയ്ക്ക്, പാനയ്ക്ക്, കാളയ്ക്ക് എറിയുന്നതോടൊപ്പം തന്നെ നാളത്തെ ഭരണിവേല മഹോത്സവം ഗംഭീരമാവും. അതോടൊപ്പം തന്നെ പാലാടൻ മല കാള എത്തും. അവർക്കും അരിയേറുണ്ട്. അവരും ആചാരാനുഷ്ഠാനങ്ങളിൽ അവർ ചില ചടങ്ങുകളുണ്ട്. അതോടുകൂടിയിട്ട് എല്ലാവിധ പൂരങ്ങളും ഈ വർഷം വളരെ ഗംഭീരമായി നടത്താൻ വേണ്ടി ആഘോഷ കമ്മിറ്റിയും ട്രസ്റ്റികളും തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സഹായ സഹകരണം ഉണ്ടാകുന്നുവെന്ന് ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഭക്തി പുരസ്കാരം അഭ്യർത്ഥിക്കുകയാണ്. CCN കടമ്പഴിപ്പുറം.